ജില്ലയിൽ ഇടത് വലുത് NDA സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചാരണ രംഗത്ത് സജീവമാണ് DMK സ്ഥാനാർത്ഥികളും. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന DMK വിജയ സാധ്യതയുള്ള വാർഡുകളിൽ മാത്രമാണ് മത്സരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഉപ്പുതറ പഞ്ചായത്തിലാണ്. സംസ്ഥാന ജില്ലാ നേതാക്കന്മാരും സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണ രംഗത്ത് സജീവമായുണ്ട്. ഇടുക്കി ജില്ലയിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്ന ഉപ്പുതറ പഞ്ചായത്തിലാണ് DMKയുടെ 6 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഇത്തവണ DMK ജനപ്രതിനിധികൾ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമുള്ളത്. ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഇവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാല് ചവിട്ടിയാൽ ലൈറ്റ് കത്തുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഞങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഇവിടുത്തെ ഫണ്ടൊന്നുമല്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഇവിടെ വികസനം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും പുള്ളി ചെയ്തു തരും. അതായത് മെയിനായിട്ട് കുടിവെള്ളം, മെയിനായിട്ട് റോഡ്, ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ റോട്ടിൽ നിന്നൊക്കെ ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെന്നത്തേരും ആൾ തട്ടിപ്പോവുകയാണ്. ഉപ്പുതറ പഞ്ചായത്ത് കൂടാതെ ശാന്തൻപാറ, ചിന്നക്കനാൽ, ദേവികുളം, മറയൂർ അടക്കമുള്ള പഞ്ചായത്തുകളിലും DMK സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കരുത്തു തെളിയിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുവാനാണ് DMKയുടെ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ 3 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടാകുമെന്ന് DMK നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സിറ്റി വിഷൻ, ഉപ്പുതറ.